എന്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ്. ഈ കുളി എന്റെ പ്രതിഷേധമാണ്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീലു ടീച്ചറിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ? നമ്മുടെ കുളി വിദഗ്ധയായിട്ടുള്ള ശ്രീലു ടീച്ചർ. ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ പറ്റത്തില്ല. 5 പെർഫോമൻസ് അല്ലായിരുന്നു ടീച്ചറുടേത്. ഓപ്പൺ കുളിയും ഓപ്പൺ ലൈവും ഒക്കെ ചെയ്ത് ഇങ്ങനെ ടീച്ചർ നിറഞ്ഞു നിൽക്കുമല്ലായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രീലു ടീച്ചർ പുതിയൊരു കുളി സീനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത്തവണത്തെ കുളി കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളി മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് കുളിക്കുന്നതാണെന്നാണ് ശ്രീലു ടീച്ചർ പറയുന്നത്. ടീച്ചറുടെ വക പിണറായി വിജയൻ ഒരു കുളി. അടിപൊളിയല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഭാഗ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നമ്മുടെ ടീച്ചറുടെ സ്പെഷ്യൽ കുളി കാണുന്നതിന് മുമ്പ് നമുക്ക് ഈ ടീച്ചറിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടാവുമെങ്കിൽ ഞാൻ അവരെ കുറിച്ചിട്ട് അറിയാത്തവർക്കായിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. നമ്മുടെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ് ഈ ശ്രീലു ടീച്ചർ. ടീച്ചർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ലൈവ് വീഡിയോ ആണ് പുള്ളിക്കാരി കൂടുതൽ ചെയ്യുന്നത്. അതുപോലെ ലൈവായിട്ട് കുളിക്കുകയും ചെയ്യും കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു 80+ ചാനലാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ഈ ശ്രീലു ടീച്ചറും കൂടെ വർക്ക് ചെയ്യുന്ന അധ്യാപകനുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ ആ അധ്യാപകൻ എന്ത് ചെയ്തു? ഇന്ന് രാത്രി 8 മണിക്ക് ശ്രീലു ടീച്ചറിന്റെ ലൈവ് വീഡിയോ, അതും നഗ്നയായിട്ടുള്ള ശ്രീലു ടീച്ചറിന്റെ ലൈവ് വീഡിയോ ഉണ്ടാവുമെന്ന് ശ്രീലു ടീച്ചർ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിന്റെ പുറത്ത് എഴുതി വെച്ചു. ടീച്ചർ അങ്ങോട്ട് നേരെ ചെന്ന് പരാതി കൊടുത്തു. അങ്ങനെ ആ അധ്യാപകനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പൊ പിന്നെ ഉണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജുകാരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ടീച്ചറുടെ യൂട്യൂബ് ചാനലും അച്ചടക്ക ലംഘനവും ഇങ്ങനത്തെ വൾഗാരിറ്റിയും ഒക്കെ കാരണം ടീച്ചറെ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫറും ചെയ്തു. ആ ട്രാൻസ്ഫർ ചെയ്തത് ടീച്ചർക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. അപ്പോ ടീച്ചർ ഇതിനെതിരെ പ്രതിഷേധമായിട്ട് ഇറങ്ങി തിരിച്ചു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്തായാലും ഇനി ഇപ്പൊ അടുത്ത ഒരു കുളിസീനുമായിട്ട് ടീച്ചർ എത്തിയിട്ടുണ്ട്. പിണറായി വിജയന് വേണ്ടിയിട്ടുള്ള കുളിസീൻ, അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതെന്താണപ്പോ വീഡിയോ മാറിപ്പോയോ? കുളിസീൻ എന്ന് പറഞ്ഞിട്ട് കുളിസീൻ ഇല്ലല്ലോ, ഫുൾ ഇങ്ങനെ വെള്ളം ഒടിച്ച് കളിക്കുകയാണല്ലോ. കുളിസീൻ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് കണ്ട ചെടിയും പിന്നെ തെങ്ങും ഒക്കെയാണ് നനച്ചോണ്ടിരിക്കുന്നത്. വിളിച്ചു വരുത്തിയിട്ട് എന്താ പറയുമല്ലോ, നമ്മൾ ഇലയിട്ടിട്ട് ഉണ്ണില്ലെന്ന് പറയുന്നത് പോലെ ഇനി വല്ല ചെടികളുടെ കുളിസീൻ കാണിച്ചു തരാമെന്നാണ് ചേച്ചി പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ടീച്ചർ അങ്ങനെ പറഞ്ഞതാ കേട്ടോ, ഇങ്ങനെ ചുമ്മാ നിരാശപ്പെടുത്തത്തൊന്നും ഇല്ല. അങ്ങനെയാണ് സംഭവം. കാര്യം ടീച്ചറിന് ഒരുപാട് ഫാൻസ് ഉണ്ട്, അവരെ നിരാശപ്പെടുത്തത്തില്ല. അതുപോലെ തന്നെ എന്തായാലും കുളിസീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടുണ്ടാവും. എന്തായാലും ടീച്ചർ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള കുളിയാണ്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രിയെ ഒന്ന് പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. കാര്യം ഇത്ര തിരക്കുള്ള മനുഷ്യനാണ്, ഇങ്ങനെ ഒരുപാട് നേരം ഒന്നും ഇരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കുളി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ടീച്ചർ പറഞ്ഞതാ, നിരാശപ്പെടുത്തില്ല. എന്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ്. ഈ കുളി എന്റെ പ്രതിഷേധമാണ്. ടീച്ചർ കട്ട കലിപ്പിലാണ് കേട്ടോ, എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അല്ല, ടീച്ചറിന് ഇത്രയും കലിപ്പ് ലുക്കിലൊന്നും വേറെ കണ്ടിട്ടില്ല കേട്ടോ. മുമ്പ് നല്ല വൈബില് വന്നിട്ട് കളിച്ചു ചിരിച്ചു കുളിസീനെടുത്ത ടീച്ചറാണ് ഇപ്പൊ കലിപ്പില്. വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, അത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഈ ഭരണ സംവിധാനം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാര്യം എന്താ വെച്ചാൽ ഇനി 1 വീതം 3 നേരം എന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും 3 നേരം ഈ പ്രതിഷേധ കുളി ഉണ്ടാവാനാണ് സാധ്യത. ഇന്ന് ടീച്ചർ വീട്ടുമുറ്റത്താണ് കുളിച്ചതെങ്കിൽ നാളെ നടു റോഡിലായിരിക്കും കുളിക്കുന്നത്. ബാക്കി കണ്ടോക്കാം. മോശമായ സ്ത്രീയും നല്ല സ്ത്രീയും ഈ ലോകത്തില്ല. ആരാ നഗ്നത നിർവചിക്കാൻ? ഇരട്ടച്ചങ്കന്റെ ഭാര്യയൊക്കെ മോക്കൂല്ലാത്ത ഒരു സാധനവും എനിക്കില്ല. മന്ത്രി ബിന്ദുവിനില്ലാത്ത ഒരു സാധനവും എനിക്കില്ല. നല്ല കാര്യമുണ്ടോ ടീച്ചറെ, വീട്ടിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാര്യയും മക്കളെയും കൂടെ വലിച്ചിരിക്കാനായിട്ട്? ടീച്ചർ പറഞ്ഞു കേട്ടാവർക്കും കോളേജിലെ ചുമരില് മുഖ്യമന്ത്രിയുടെ വീട്ടുകാരുമാണ് ഈ എഴുതി വെച്ചതെന്ന് അങ്ങനെയാണ് തോന്നുന്നത്. ടീച്ചർ കുളിസീൻ കാണിക്കാൻ വന്നിട്ട് അതങ്ങ് കാണിച്ചിട്ട് പോയാൽ പോരെ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബാക്കി കണ്ടോക്കാം. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നഗ്നത എഴുതി വെക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തെമ്മാടിത്തര ഭരണ സംവിധാനത്തിനെതിരെയുള്ള കുളിയാണ്. ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്നത്? ആ എഴുതി വെച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു എന്ന് ഇവര് തന്നെയാണ് പറഞ്ഞത്. ഇവർക്ക് ദേഷ്യമൊക്കെ ഓക്കെ, പക്ഷെ ഈ കുളി പ്രതിഷേധം എന്തിനാണെന്നാണ് ഒരു പിടിയും കിട്ടാത്തത്. നമ്മള് പ്രതിഷേധമൊക്കെ കണ്ടിട്ടുണ്ട്, വെള്ളം കുറവുള്ള നാട്ടിലൊക്കെ റോഡിൽ ഇറങ്ങി കുളിച്ച് പ്രതിഷേധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ആ പ്രതിഷേധത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഇതിപ്പോ യൂട്യൂബിലൊന്ന് വൈറലാണ്, ജനങ്ങളൊന്ന് ശ്രദ്ധിക്കപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കുളിസീനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കിടന്ന് പ്രഹസനം നടത്തുന്നത്. ബാക്കി കണ്ടുനോക്കാം. തീരില്ലാതെ കുളിക്കും. ഇനി എന്ത് ചെയ്യും നിങ്ങള്? തുണിയിലാണ്ട് കുളിക്കും.
ഇനിയിപ്പൊ അതിന്റെയും കൂടെ കുറവേ ഉള്ളു, ഉടുതുണി ഇല്ലാതെ ഒന്ന് കുളിക്കുമെന്ന്. കഷ്ടം. നിങ്ങൾ തുണി ഉടുത്തോ തുണി ഉടുക്കാതെ എങ്ങനെ വേണേലും കുളിക്കും. ഇതൊക്കെയാണ് ഞങ്ങളോട് പറയുന്നതില്ല. അഥവാ ടീച്ചർ ഇനി അങ്ങനെ ഉടുതുണി ഇല്ലാതെ വല്ലതും കുളിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്തിട്ട് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ട അവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ പോരെ. പബ്ലിക്കായിട്ട് ഇട്ട് എന്തിനാണ് വെറുതെ വെറുപ്പിക്കുന്നത്? മുഖ്യമന്ത്രിക്കോ മന്ത്രി ബിന്ദുവിനോ ആർക്കാണെന്ന് വെച്ച് അയച്ചു കൊടുക്കും. ദയവ് ചെയ്ത് യൂട്യൂബിലൊന്നും ഇട്ടേക്കല്ലേ, ഒരു അപേക്ഷയാണ്. ബാക്കി കണ്ടുപോകാം. ഈ നാട്ടിലെ സംവിധാനങ്ങളില്ലേ? ഈ നാട്ടിലെ സംവിധാനങ്ങളൊന്നുമില്ലേ? സംവിധാനങ്ങൾ ഇല്ലെന്നോ? ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ടീച്ചർക്ക് പഴയ സംവിധാനങ്ങളാണോ എല്ലാം വേണ്ടെങ്കിൽ രാജോസ്, പ്രിയദർശൻ അങ്ങനെ ഉണ്ടല്ലോ. എന്തായാലും ഇതൊക്കെ ചോദിക്കുന്നത് ടീച്ചർക്ക് അടുത്ത കൂടി ഡെഡിക്കേറ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു. സിനിമയിൽ വല്ല അഭിനയിക്കാനുള്ള വല്ല ചാൻസും വേണ്ടിയിട്ടാണോന്ന് അറിഞ്ഞില്ല. സംവിധാനം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ ചോദിക്കും. ബാക്കി കണ്ടുനോക്കാം. കുളിക്കും കുളിക്കും കുളിച്ചുകൊണ്ടിരിക്കും. കുളിക്കണം. ഞങ്ങളാരും കുളിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ടീച്ചർ രാവും പകലും ഇല്ലാതെ 24 മണിക്കൂർ അങ്ങോട്ട് നിന്ന് കുളിച്ചോ? അപ്പൊ വേറൊരു കാര്യമുണ്ട്, വെള്ളം പാഴായി പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അങ്ങനെ ഈ പഞ്ചായത്തിലെ മുഴുവൻ വെള്ളം പറ്റും. അങ്ങനെയെങ്കിലും ഈ കണ്ണിച്ചോരയില്ലാത്ത മുഖ്യമന്ത്രിക്ക് കാര്യം മനസ്സിലാവട്ടെ. അല്ല പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ തോന്നാറുണ്ട്. ടീച്ചറുടെ ഈ കുളി കാണുമ്പോൾ മാറി നിന്ന് കുളിക്കാൻ തോന്നുന്നു. എന്റെ പൊന്നളി, അത്രയും ചൂടാണ് ഇവിടെ ഉള്ളത് എന്ന് വിചാരിച്ച് ഇതുപോലെ ഓപ്പൺ കുളിയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കേ, ടീച്ചറിന് വല്ല അറിയണം മാറി ഒന്ന് കുളിച്ച് കാശുണ്ടാക്കാം അല്ലെ? യൂട്യൂബിൽ മാറി നിന്ന് കുളിച്ച് വെറുതെ ഓപ്പൺ ആയിട്ട് അവരുടെ എന്തോ പറയുമല്ലോ, കുളിയും നടക്കും, യൂട്യൂബിൽ കൂടി പൈസയും കിട്ടും, വ്യൂവേഴ്സിനെയും കിട്ടും. നമ്മളൊക്കെ ഇങ്ങനെ ക്യാമറയും തൂക്കി ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് വർത്താനവും പറഞ്ഞ് അത് എഡിറ്റും ചെയ്ത് എന്തൊക്കെ പാട് വരണം. ബാക്കി കണ്ടോക്കാം. എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കുളിക്കും, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കും വേണ്ടി വന്ന. അതെന്താ ചെയ്യാത്തെന്നറിയോ? നമുക്ക് ചില നിയമങ്ങളുണ്ട്. നിയമങ്ങൾ പാലിക്കാതെ ഗുണ്ടായിസം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും എഞ്ചിനീയറിംഗ് കോളേജിലെ രാജേഷ് കെ ശിങ്കിടികൾക്കും പറ്റുന്നില്ല. അവരെ മുന്നിലാണ് കുളിക്കല്, അവരെ മുന്നിലേ ഇനി കുളിക്കല്. ഇനി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞാൻ കുളിക്കും. എന്റെ വീട്ടിൽ കുളിക്കുന്നത് എന്റെ മാന്യത, ഇത്ര പോലെ തുണി ഉടുക്കുന്നതും എന്റെ മാന്യത. ഈ തുണിയില്ലാത്ത കുളിയും നിങ്ങൾ പ്രതീക്ഷിച്ചോ? പെട്ടെന്നുണ്ടാവും. ഇനിയത്തെ കുളിക്ക് ഈ തുണിയും ഉണ്ടാവില്ല, ഇനിയത്തെ കുളിക്ക് ഈ തുണിയും ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ടീച്ചർ പറഞ്ഞു കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന്. ടീച്ചർ തുണിയില്ലാണ്ട് കുളിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്തെടുക്കാനാ? ഞങ്ങൾ ശ്രദ്ധിക്കാണ്ടിരിക്കുവല്ലേ വേണ്ടത്? ഇനി അതെങ്ങാനും ശ്രദ്ധിച്ചിട്ട് വേണം. അത് ശ്രദ്ധിച്ചു എന്നുള്ള ചീത്തപ്പേര്. ശരിക്കും പറഞ്ഞാൽ ഓരോ കുളിസീനും അങ്ങനെയുള്ള ഓരോ സീനും എല്ലാം മറ്റുള്ളവർ പ്രചരിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് പേടിയല്ലേ ഉണ്ടാവുന്നത്. ഇത് സ്വന്തം കുളിസീൻ സ്വന്തമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കാശുണ്ടാക്കുമെന്ന് വെച്ചാൽ തൊലിക്കട്ടി എന്ന് പറഞ്ഞ ഇമാതിരി തൊലിക്കട്ടി സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതും വെല്ലുവിളിയാണ്. തുണിയില്ലാണ്ട് കുളിക്കും, തുണിയില്ലാണ്ട് കുളിക്കും. ഇനിയിപ്പോ ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആയിരിക്കും തുണിയില്ലാണ്ട് കുളിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ചില ഞരമ്പന്മാരൊക്കെ ഫുൾ ടൈം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും ടീച്ചറിന്റെ ചാനലിൽ. ബാക്കി കണ്ടോക്കാം. ഇവന്റെ അച്ഛൻ്റെതാണോ കോളേജ്? ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാളിന്റെ അച്ഛന്റെ തറവാട്ട് വകയാണോ എഞ്ചിനീയറിംഗ് കോളേജ്? ആരാന്ന് നീയല്ല ആരാന്ന്? നിനക്ക് ശിങ്കിടി പാടിയിട്ട് ഒപ്പ് ശേഖരിക്കുന്നവര് നിന്റെതാണോടെ കോളേജ്? നിന്റെതാണോടെ കോളേജ്? നഗ്നത പാടുന്ന നാണില്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജുകാര് എന്റെ നഗ്നത പാടുന്ന നീ, പാടിക്കുന്ന നീ KN. നിന്റെ ഭാര്യക്കില്ല തന്നെ എനക്കും. നിന്റെ ഭാര്യ രഹസ്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും, ഞാൻ പരസ്യമായിട്ട് കാണിക്കുന്നത്. നീ കഴിയുന്ന പോലെ ചെയ്തോ? മുഖ്യമന്ത്രിന്റെ ഭാര്യയൊക്കെ മോക്കോ ഈ ഗതിയാണെങ്കിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? മന്ത്രി ബിന്ദുവിന് നേരെ എഴുതി വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതെനിക്കറിയണം. മന്ത്രി ബിന്ദുവിന് നേരെ എഴുതി വെച്ച എന്ത് ചെയ്യും? ഇവരെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത ഒരു സാധനവും എനക്കില്ല. ഇനി അതിലും കൂടുതൽ ഭംഗിയായി പോയിന്നൊന്നുമില്ലത് എനക്ക്. ഇപ്പൊ ടീച്ചർ പൊതുവെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ടീച്ചർക്ക് ട്രാൻസ്ഫർ കിട്ടാൻ കാരണം നമ്മുടെ പിണറായി വിജയനാണെന്നാണ്. മുഖ്യമന്ത്രി ഒന്നും ഈ സംഭവം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഈ കുളിസീൻ എന്ന് പറയുന്നത് ഇനി ഈ പുള്ളിക്കാരി ഒരു തുടക്കം ഇട്ടിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഇതുപോലെ കുളിസീനുമായിട്ട് വരുമോന്നാണ് ഇനി തോന്നുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇനി എന്തെങ്കിലും ഒരു വിഷയം കിട്ടാൻ കാത്തിരിക്കും. ഇതുപോലുള്ള ഏതെങ്കിലും ഓപ്പൺ വീഡിയോയും ഓപ്പൺ ലൈവും ഒക്കെ ചെയ്ത് ഒരുപാട് പേര് ഉണ്ടല്ലോ, അറിയല്ലോ. അതുപോലെ ഒരുപാട് പേര് ഇനി പ്രതിഷേധവുമായിട്ട് വന്നിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് നിന്ന് കുളിച്ച് നമ്മുടെ നാടാകെ നാറുമെന്നാണ് തോന്നുന്നത്. എന്തായാലും എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. ഒരുപാട് നമ്മുടെ ടീച്ചർ ഇട്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോ. ഇതിന് കുറെ ഉണ്ട്, ലെങ്ത് ഉണ്ട്. പക്ഷെ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ തോന്നുന്നില്ല. അപ്പൊ ഇത് കണ്ടപ്പോ ഒന്ന് ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.